ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയൊക്കെ ഫുള്ളായിട്ട് മാറി നല്ല ബ്ലാക്ക് കളറിലുള്ള മുടി ലഭിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3 ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. നമ്മൾ 1-2 ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. ആ ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മുടെ മുടി നരച്ച മുടിയൊക്കെ മാറി നല്ല കട്ട കറുപ്പായി കിട്ടാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഞാനിവിടെ 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ തേയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. പിന്നെ നല്ലപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നല്ലൊരു ബ്ലാക്ക് കളറിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് പകുതി നമുക്ക് അരിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി പകുതി നമുക്ക് അരിക്കണ്ട കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇത് മുഴുവനായിട്ടും ഈ കപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് അരിച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് പകുതി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്ര നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ചെറിയൊരു ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വലിയ ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തേയിലയില്ലേ, തേയില വെള്ളം, ആ തേയിലയോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഇവിടെ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ തേയിലയും ആ ബീട്രൂട്ടും എല്ലാം കൂടി നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഇത്രയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേയില വെള്ളമില്ലേ, അതിലേക്ക് ഞാനിതിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുടിയുടെ നരയൊക്കെ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഈ ഒരു അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് നര ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്ര മതിയാവും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നര കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇത്രയും ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യുന്നല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡിഗോ പൗഡർ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഞാനിത് വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇവിടെ നീലമരി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യുന്നല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കളറിലായിട്ട് വരും, നമ്മൾ ഇൻഡിഗോ പൗഡറൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെയും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ.
നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ്. ഹെയർ ഡൈ ആയിട്ടല്ല, ഹെയർ പാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. എത്ര നരച്ച മുടിയാണെന്നുണ്ടെങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നല്ല റിസൾട്ട് നമുക്കിത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിത് കുളിക്കുന്നതിന് മുന്നേ നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എണ്ണമയൊന്നും ഒട്ടും ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങളിതൊന്ന് തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 3 ദിവസം എന്തായാലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻഡിഗോ പൗഡർ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുപാട് ഇൻഡിഗോ പൗഡറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഓൺലൈനിലും അല്ലാതെ ഷോപ്പുകളിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ദിവസമല്ല 3 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ അതായിരിക്കുന്ന ആ ടൈമിൽ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ബ്ലാക്ക് കളറിലായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ഇത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു വാട്ടറാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കരിഞ്ജീരകവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഈ കറുത്ത മുടിയൊക്കെ നന്നായിട്ട് പൊടിച്ച് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുടി പൊടിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വിച്ച് ഇട്ട പോലെ തന്നെ നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ കളയരുത്. ഇത് നമുക്ക് നല്ല 100% റിസൾട്ട് തരും കേട്ടോ. ഇതിലേക്ക് ഉലുവയും കരിഞ്ജീരകവും ഇട്ട് തിളപ്പിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിനി രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കുളിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യാത്ത ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്